ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ പോട്ടിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ അച്ഛയെ ഓടിച്ചിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടി ഫ്രൈ കണ്ടാലോ. അപ്പോൾ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലല്ലേ പാത്രം കാലിയാവുന്ന ഇതറിയില്ല കേട്ടോ. അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടി ഫ്രൈ ആണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചിലർക്ക് ഈ പോട്ടിയുടെ മണം അങ്ങനെ അത്ര പിടിക്കൂല. പക്ഷേ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. മണം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആദ്യമേ പോട്ടി മേടിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത പോട്ടിയാണെങ്കിൽ നമ്മളൊരു 7-8 പ്രാവശ്യമെങ്കിലും കഴുകണം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് ഒരു 15 മിനിറ്റ് പോട്ടി നന്നായി വെട്ടി തിളപ്പിക്കണം. അതിനുശേഷം ഇതൊരു കുക്കറിൻ്റെ ഇതിലോട്ട് മാറ്റുക. ആവശ്യത്തിനുള്ള സവോള, നിങ്ങൾ എത്രയാണാവോ പോട്ടി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്നും എൻ്റെ ഇല്ല, പച്ചമുളക് ഞാൻ ഇപ്പോൾ ഇടുന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴില്ലേ മണം, നമ്മൾ ഇത് വരുമ്പോഴില്ലേ നല്ലൊരു മണമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇത്ര അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യമുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുകിടുക, വലിയ ജീരകം ഇടുക. അതിനുശേഷം ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം, പച്ചമുളക് ഒരു 2 എണ്ണം, ആവശ്യത്തിനുള്ള സവോള ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണേ. വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി, ഞാൻ ഇടുന്നത് ഇവിടെ മല്ലിപ്പൊടിന് ശേഷം ഗരം മസാലപ്പൊടിയും പിന്നെ മീറ്റ് മസാല ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ മസാല ശരിക്കും നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഒരു തക്കാളി നന്നായിട്ട് അരച്ചെടുത്തത് അതും കൂടി ഇട്ട് 2 മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ സെറ്റായി നമ്മുടെ മസാല. അതായത് നോക്കിയാൽ നമ്മുടെ ബീഫും പോട്ടി നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരിക്കണം. പോട്ടി എപ്പോൾ വെച്ചാലും നല്ലതായിട്ട് വേകുന്ന രീതിയിൽ വെക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വയറിന് പിടിക്കില്ല. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കിയതാണ്, ഉപ്പും കറക്റ്റാണ്, അതുപോലെ നല്ല വേവ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് മസാലയിലോട്ട് എടുത്ത് അങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ നോക്കിയേ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നന്നായിട്ട് മസാലയിൽ ഇപ്പോൾ ഉപ്പൊക്കെ നോക്കാൻ പറ്റിയവർ ഉപ്പൊക്കെ നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുവേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടും അടിപൊളിയായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു പോട്ടി ഫ്രൈ ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ആ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. അടിപൊളി ടേസ്റ്റും ആയിരിക്കും. ഈ പാത്രം കാലിയാവുന്നത് അറിയത്തില്ല. വേവിക്കുമ്പോൾ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോട്ടി വേവിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമുക്കാണെങ്കിലും വയറിന് അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കിയവർ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വന്നവർ സബ്ബും കൂടെ ചെയ്തു പോണേ. എന്നാൽ ബൈ, ടാറ്റാ.